പാലക്കാട് സ്കൂട്ടറിൽ നിന്ന് വീണ് ബാലികയ്ക്ക് ദാരുണാന്ത്യം. അപകടം കൊഴിഞ്ഞാമ്പാറയിൽ. മരിച്ചത് 7 വയസ്സുകാരി നഫീസത്ത് മിശ്രിയ. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, വളരെ ദാരുണമായ സംഭവം. എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ. അതിന് രാവിലെ 9:30 ഇതുപോലത്തെ ഒരു ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ പിതാവിനോടൊപ്പം സ്കൂളിൽ പോകുന്നതിനിടെയാണ് ഇതുപോലൊരു അപകടം സംഭവിക്കുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ റോഡിൽ വളരെയധികം കുണ്ടും കുഴി ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് മുന്നിൽ പോയ ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് ഇതുപോലത്തെ ഒരു അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീഴുകയും അതുവഴി വന്ന സ്വകാര്യ ബസ് ഈ കുട്ടിയുടെ ദേഹത്തൂടെ കയറിറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുന്നേ മരണം സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും കൊഴിഞ്ഞാമ്പാറ സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച നഫീസ് മിശ്രിയ. എന്തായാലും ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ റോഡിലെ ശോചനീയാവസ്ഥയാണ് ഇതിന് ഇതുപോലത്തെ ഒരു അപകടത്തിന് കാരണമെന്നും അതുപോലെ തന്നെ നിരന്തരം ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണെന്നും ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 9:30 പിതാവിനോടൊപ്പം സ്കൂളിൽ പോകുന്നതിനിടെയാണ് ഒരു അപകടം സംഭവിക്കുന്നത്. ഈ 7 വയസ്സുകാരിക്കാണ് ഇതുപോലെ ഒരു ദാരുണ സംഭവം അല്ലെങ്കിൽ ദാരുണമായ ജീവൻ നഷ്ടമാവുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നും നിരന്തരം ഈ സ്ഥലത്ത് അപകടങ്ങൾ തുടർക്കഥയാകുമെന്നും നിലവിൽ ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഒരു ദാരുണമായ അപകടത്തിൻ്റെ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആതിര, തീർച്ചയായും അപകടത്തിന് കാരണം റോഡിന്റെ ശോചനീയാവസ്ഥ എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാജേഷ്, ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ? വാഹനങ്ങളടക്കം തടഞ്ഞുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ അവിടെ സംഘടിപ്പിക്കുന്നതല്ലേ? അതിന് പ്രധാനമായും പറയുന്നത് ഈ റോഡിൽ നിരന്തരം ഒരു അപകടം ഉണ്ട്. അതല്ലെങ്കിൽ നിരന്തരമായി വിവിധ ഇടങ്ങളിൽ കുഴികളുണ്ട്. കിലോമീറ്ററുകൾ അകലെ പലയിടങ്ങളിലും കുഴികളുണ്ട്. അതുപോലെ ഈ സ്ഥലത്ത് ഈ റോഡിൽ നിരന്തരം അപകടം ഒരു തുടർക്കഥയാകുന്നുവെന്നാണ് നിലവിൽ ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് നിരന്തരം അപകടമുണ്ടായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ മുന്നിൽ പോയ ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണം. അത് ചിലപ്പോൾ കുഴി കാരണമായാം ചിലപ്പോൾ ബ്രേക്ക് ഇട്ടതെന്നാണ് നിലവിൽ ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് നാട്ടുകാർ. നിരന്തരം പരാതി നൽകിയിട്ടും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റോഡിൽ ഒരു 7 വയസ്സുകാരുടെ മരണത്തിനിടയാക്കിയ സംഭവം മുൻനിർത്തി നാട്ടുകാർ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ആതിര. ശരി രാജേഷ്, പാലക്കാട് സ്കൂട്ടറിൽ നിന്ന് വീണ് ബാലികയ്ക്ക് ദാരുണാന്ത്യം. അപകടം കൊഴിഞ്ഞാമ്പാറയിലാണ്. 7 വയസ്സുകാരി നഫീസത്ത് മിശ്രിയാണ് മരിച്ചത്. അപകടം പിതാവിനൊപ്പം സ്കൂളിൽ പോകുന്നതിനിടെയാണ്.